വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബജറ്റ്. വികസന ക്ഷേമ പദ്ധതികളടക്കം പരമാവധി മേഖലകളെ പരാമർശിക്കുന്ന ബജറ്റാണ് നിയമസഭയിൽ ധനമന്ത്രി അവതരിപ്പിച്ചത്. ശമ്പള വർധനവിനായി കമ്മീഷനെ നിയമിച്ച ധനമന്ത്രി DA കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും പ്രഖ്യാപിച്ചു. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണ് മറ്റൊരു വാഗ്ദാനം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 5 വർഷ തത്വം പാലിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകളുടെ എക്കാലത്തെ നയം. ഇതിന്റെ ഭാഗമായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. സർ, DA DR കുടിശ്ശിക. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DR ഗഡുക്കൾ പൂർണ്ണമായി നൽകാൻ തീരുമാനിക്കുന്നു. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുന്നതാണ്. നിലവിൽ അവശേഷിക്കുന്ന ഗഡുകൾ പൂർണ്ണമായും മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം അനുവദിക്കും. അസംഘടിത മേഖലയടക്കം പരാമർശിക്കുന്ന ഇൻഷുറൻസ് പ്രഖ്യാപനമാണ് ബജറ്റിന്റെ മറ്റൊരു ഊന്നൽ. ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഓട്ടോ തൊഴിലാളികൾ. നമ്മുടെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഇന്ധന വിലവർദ്ധനവും മൂലം പ്രതിസന്ധി നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിൽ രംഗത്തെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ചില നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. 1. പരിസ്ഥിതി സൗഹൃദ മാറ്റം. പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് 40,000 രൂപ വരെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് അനുവദിക്കും. പലിശ ഇളവ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായി തിരഞ്ഞെടുത്ത പൊതുമേഖലാ ബാങ്കുകൾ വഴി എടുക്കുന്ന വായ്പകൾക്ക് 2% പലിശ ഇളവ് നൽകും. ഈ പദ്ധതികളുടെ നിർവഹണത്തിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരളത്തിലെ 5000-ലധികം അനൗപചാരിക ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളായി മാറ്റാൻ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ തൊഴിലാളി സൗഹൃദ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകൾ നിർമ്മിക്കും. അവിടെ സോളാർ അധിഷ്ഠിത ചാർജിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ യൂണിറ്റുകൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കും. ഈ പദ്ധതിക്ക് 20 കോടി രൂപ നീക്കിവെക്കുന്നു. കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് ബാലഗോപാൽ പറഞ്ഞത്. അതിവേഗ റെയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെയും കമ്പോളത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ഗ്രഥനത്തിനുള്ള നെടുകയുള്ള വേഗതയാർന്ന ഗതാഗത സൗകര്യം പരമപ്രധാനമാണ്. UDF-ന്റെയും BJP-യുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരളയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല. അക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച എതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട്. കേന്ദ്രം മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹകരണവും ഉറപ്പാക്കും. ദീർഘകാല വികസന പരിപ്രേക്ഷ്യം തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടത് പൊട്ടക്കടറ്റിലെ തവളയുടെ കാഴ്ചപ്പാടല്ല. ആഗോള ദേശീയ തലങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വികസന സമീപനം തയ്യാറാക്കണം. പമ്പാ നദി നവീകരണത്തിനും പുതിയ പദ്ധതി പ്രഖ്യാപിച്ചതിനൊപ്പം കട്ടപ്പന തേനി തുരങ്കപാതയ്ക്കായി പഠനം നടത്തുമെന്നും പ്രഖ്യാപനമുണ്ട്. അതേസമയം പ്രതീക്ഷിച്ചിരുന്ന ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല. കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി 20 കിലോമീറ്റർ യാത്രാ ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. വിവരങ്ങളുമായി ചേരും അരുണ്. നമ്മൾ ഈ ക്ഷേമ പെൻഷനിലെ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. സർക്കാരിൻ്റെ അവസാന ബജറ്റാണ്. പക്ഷേ സാമ്പത്തിക പ്രശ്നമായിരിക്കാം ഒരുപക്ഷെ സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മറ്റൊന്ന്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ 3 മാസമാണ് പഠിക്കേണ്ടത്. അതൊരു പക്ഷേ അടുത്ത സർക്കാരിൻ്റെ ബാധ്യതയായി മാറുന്ന പശ്ചാത്തലവുമുണ്ട്. പൊതുവെ ഒന്ന് വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് ബജറ്റിനെ സംബന്ധിച്ച് നമുക്കൊന്ന് പറയാനുള്ളത്? രഞ്ജിത്ത്, ഒരു സർക്കാർ അതിന്റെ തുടർച്ച ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവതരിപ്പിക്കുന്ന ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ ഭൂരിഭാഗവും ഇനി വരാൻ പോകുന്ന സർക്കാരിന്റെ ഒരു ബാധ്യതയായി മാറുന്ന ബജറ്റ്. വലിയ പ്രഖ്യാപനങ്ങളായി നമുക്ക് എടുത്തു പറയേണ്ടത് അത് കഴിഞ്ഞ കുറെ നാളുകളെ ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി വലിയൊരു നീക്കിവയ്പ് ഇപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ജീവനക്കാരുടെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങളാണ്. സർക്കാർ ജീവനക്കാർ വലിയ രീതിയിൽ സർക്കാരിൽ നിന്ന് അകന്നു പോകുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് പകയോടുകൂടി പെരുമാറുന്നു എന്നൊരു വിലയിരുത്തൽ പല ഘട്ടങ്ങളിലും ഇടതു പാർട്ടികൾ നടത്തിയതാണ്. അവരെ ചേർത്ത് നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് അവരുടെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം. 3 മാസമെന്ന് പറയുമ്പോഴും അത് അത്രയധികം നീണ്ടുപോകേണ്ട കാര്യമില്ല. വളരെ വേഗത്തിൽ പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകും. ശമ്പള കമ്മീഷൻ ശുപാർശ സർക്കാരിന് ലഭിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനയും സർക്കാർ പ്രഖ്യാപിച്ചാകാം ഒരുപക്ഷെ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത്.
അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി അത്തരമൊരു ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം സർക്കാർ നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലുള്ളത് UDF സർക്കാർ കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ എടുത്തു കളയുകയാണ് ഈ സർക്കാർ. അതിനു പകരം ഈ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളൊന്നായിരുന്നു അഷ്വേർഡ് പെൻഷൻ ഏർപ്പെടുത്തുമെന്നുള്ളത്. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷനിലേക്ക് മാറുന്നു. അത് ഏപ്രിൽ 1 മുതൽ മാറാനാണ് സർക്കാർ തീരുമാനം. അഷ്വേർഡ് പെൻഷൻ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷൻ ഉറപ്പാക്കുന്ന തരത്തിലാണ് തീരുമാനം നടപ്പാക്കാൻ പോകുന്നത്. അഷ്വേർഡ് പെൻഷൻ DRM അനുവദിക്കാൻ തീരുമാനമുണ്ട്. പങ്കാളിത്ത പെൻഷൻ ആ രീതിയിലാണ്. സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശികകളെല്ലാം നൽകാനുള്ള പ്രഖ്യാപനവുമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ കാർഡ് അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ പൂർണ്ണമായും നൽകും. ഒരു ഗഡു DA ഫെബ്രുവരി മാസം ശമ്പളത്തോടൊപ്പം നൽകും. അവശേഷിക്കുന്ന DA DR ഗഡുക്കൾ മാർച്ച് മാസം ശമ്പളത്തോടൊപ്പം, അതായത് ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ മുഴുവൻ കുടിശ്ശികകളും സർക്കാർ ജീവനക്കാർക്ക് നൽകാനാണ് തീരുമാനം. വലിയ ഒരു വളർച്ച പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് സർക്കാർ അവതരിപ്പിക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കട്ടപ്പന തേനി വയനാട് തുരങ്കപാതയ്ക്ക് പിന്നാലെ കട്ടപ്പനയിലും തേനിയിലും തുരങ്കപാത കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുന്നു. ഇന്നലെ മന്ത്രിസഭായോഗം തീരുമാനിച്ച അതിവേഗ റെയിൽ തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടിയും ഈ ബജറ്റിൽ നീക്കിവയ്പ്പുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ചേർത്തുപിടിക്കാനുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ കൊണ്ടുവരുന്നു. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തുന്നു. ആശാ വർക്കർമാർ വലിയ സമരം നമ്മൾ കണ്ടതാണ്. ആ സമരത്തിന്റെ 1ാം വാർഷികവും പിന്നിട്ടതാണ്. അവർക്ക് നേരത്തെ 1000 രൂപ വർദ്ധിപ്പിച്ചു നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് വീണ്ടും ഒരു 1000 രൂപ കൂടി അവർക്ക് വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനം 25 രൂപ വർദ്ധിക്കുന്നു. അവരെയും നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ പരിഗണിച്ചതാണ്. സാക്ഷരതാ പ്രേരകുമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, കരാർ ദിവസ വേതനക്കാരുടെ പ്രതിദിന വേതനം 5% വർദ്ധിപ്പിക്കുന്നു. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിക്കുന്നു. ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് ആ രീതിയിൽ അത് കൂട്ടുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണയ്ക്ക് വേണ്ടി 20 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അയ്യങ്കാളി, വൈകുണ്ഠസ്വാമികൾ എന്നിവയ്ക്ക് വേണ്ടി വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾക്ക് അല്ലെങ്കിൽ ആ സാമുദായിക സംഘടനകൾ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ പണം അനുവദിക്കുന്നു. മാറി വാനിയസിന്റെ മ്യൂസിയത്തിന് 1.5 കോടി രൂപ മാറ്റിവെക്കുന്നു. പ്രാദേശിക സ്ഥലങ്ങളെ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾക്ക്, വികസന പദ്ധതികൾക്ക് വേണ്ടി പണം അനുവദിക്കുന്നു. ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായിട്ടില്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളൂ. പക്ഷെ അപ്പോഴും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് 14,500 കോടി രൂപ മാറ്റിവെക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ക്ഷേമ പെൻഷനിലെയും വർധന വരുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3,720 കോടിയുണ്ട്. കണക്ട് വർക്കിന് 400 കോടി രൂപ അനുവദിക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർത്ത് പിടിക്കാൻ, ഗിഗ് തൊഴിലാളികൾ അറിയപ്പെടുന്ന ഭക്ഷണ ഡെലിവറി തൊഴിലാളികൾക്ക് വേണ്ടി ഹബ്ബ് സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഗതാഗത സംവിധാനം നട്ടില്ലെന്നാണ് സർക്കാർ വിശേഷിപ്പിച്ചത്. അവർക്ക് അതായത് അരുണ്, ഈ അടിസ്ഥാന വർഗത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡെലിവറി ബോയ്സിനെയും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന, അവർക്ക് ക്ഷേമ പദ്ധതിയിലടക്കം അവരെ ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടി. നമുക്കറിയാം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ പെൻഷൻ കൂട്ടിയില്ല എങ്കിൽ പോലും മറ്റടിസ്ഥാന മേഖലകളിലുള്ള ഒരുപാട് ആളുകളെ കരുതിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ളൊരു ബജറ്റാണ് എന്നും ഇത് വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്നും. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഒരു കമ്മീഷനെയൊക്കെ വെച്ച് പഠിച്ചു വരുമ്പോഴേക്കും അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്ന സമയമാകും. അവർക്കുള്ള ബാധ്യതയാകും. നടപ്പിലാക്കാതിരിക്കാനും പറ്റില്ല കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ. അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്ന ഏതൊക്കെ പദ്ധതികളുണ്ട് ഇത്രനാളിനകം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിപക്ഷം അത്തരമൊരു രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം അവർക്ക് എല്ലാ സർക്കാരുകളുടെയും അവസാനത്തെ ബജറ്റ് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ബാധ്യത തങ്ങളെ ബാധിക്കുന്നതല്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ്മെന്റായി വച്ചതിനു ശേഷം വരുന്ന സർക്കാരിന്റെ തലയിൽ അത് മുഴുവൻ ബാധ്യത ഇട്ടിട്ട് പോകുമെന്നൊരു പ്രഖ്യാപനം എപ്പോഴും രാഷ്ട്രീയ വിമർശനം ഉണ്ടാകാറുണ്ട്. അതേ വിമർശനം ഇത്തവണയും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ കേന്ദ്രങ്ങൾ പറയുന്നത് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള കമ്മീഷൻ പോലും ഈ 3 മാസം എന്ന കാലയളവിലേക്ക് നീട്ടിക്കൊണ്ടു പോകില്ല. അതിനു മുമ്പ് വളരെ വേഗത്തിൽ റിപ്പോർട്ട് വാങ്ങി അവർക്ക് നൽകാൻ പോകുന്ന ശമ്പള വർധനയുടെ പ്രഖ്യാപനം നടത്തി സർക്കാർ ഇറങ്ങിപ്പോകുന്നൊരു പ്രതികരണമാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലും ഒരുപക്ഷെ അദ്ദേഹം അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയേക്കും. എല്ലാ അസംഘടിത മേഖലയടക്കമുള്ള തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ ജീവനക്കാരും അല്ലെങ്കിൽ ക്ഷേമ പെൻഷനും മാത്രമല്ല എല്ലാ വിഭാഗങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ
ഗിഗ് തൊഴിലാളികളെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രഖ്യാപനങ്ങളുണ്ട്. ഒരു പ്രധാന പോരായ്മ അല്ലെങ്കിൽ ഒരുപക്ഷെ റബ്ബറിന്റെ വിലസ്ഥിരത ഫണ്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കാര്യമായ ഒരു പ്രഖ്യാപനം ഇതിലുണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഇതുമായി അതിന്റെ ഒരു വിശകലനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യമാണ്. റബ്ബറിന്റെ കാര്യമായി തൊട്ടുപോകാത്ത ഒരു ബജറ്റാണ്. പക്ഷേ കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2,700 കോടി രൂപ മൊത്തത്തിൽ മാറ്റിവച്ചിട്ടുണ്ട്. നെൽകർഷകർക്കുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ തുക മാറ്റിവെക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട പ്രഖ്യാപനമുള്ളത് 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടി 15 കോടി വലിയൊരു പ്രഖ്യാപനമായി അതിനെ കാണേണ്ടതുണ്ട്. അത് മാത്രമല്ല സ്കൂളുകളിൽ ഇപ്പോൾ +2 വരെയാണ് സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസമുള്ളത്. അത് ബിരുദതലത്തിലേക്കും വ്യാപിപ്പിക്കാൻ സൗജന്യ വിദ്യാഭ്യാസം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ബിരുദതലത്തിലേക്കും വ്യാപിപ്പിക്കാനുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളോടുകൂടി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അത് KN ബാലഗോപാൽ അവതരിപ്പിച്ചു. സജിത്ത്, പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് അത്തരം കുറ്റപ്പെടുത്തലുകൾ വരും. പക്ഷേ നമ്മൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തുമ്പോൾ കൃത്യമായി തന്നെ സർക്കാരിന് വോട്ട് ബാങ്ക് ആകുന്ന വിഭാഗങ്ങളെ ഇതുവരെ ആരും പരിഗണിക്കാതിരുന്ന നിരവധി വിഭാഗങ്ങളെ ആശാ വർക്കർമാരുടെ കാര്യം ഉദാഹരണമായി എടുക്കാം. സർക്കാർ മുഖം തിരിച്ച് നിന്നവർക്ക് പോലും 1000 രൂപ കൂട്ടിക്കൊടുക്കുന്നു. അംഗൻവാടി ജീവനക്കാർ അടിസ്ഥാന വർഗ്ഗമായ ആളുകളാണ്. പ്രൈമറി ടീച്ചർമാരുമായി ബന്ധപ്പെട്ടുള്ള പരിഗണനയുണ്ട്. ഈ ഡെലിവറി ബോയ്സുമായി ബന്ധപ്പെട്ട പരിഗണനയുണ്ട്. അങ്ങനെ അത്തരമുള്ള ആൾക്കാർക്ക് കൂടുതൽ കരുതൽ കൂടി നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ അല്ലെങ്കിൽ ധനമന്ത്രിയുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല. വ്യക്തമാണ് രഞ്ജിത്ത്, അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. കാരണം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിനപ്പുറം 2 മാസത്തിനപ്പുറം നടക്കേണ്ട തെരഞ്ഞെടുപ്പിൽ കാട്ടേണ്ട കരുതൽ ഈ ബജറ്റിലുണ്ട്. ബജറ്റ് എപ്പോഴും ഒരു രാഷ്ട്രീയ ഉപകരണ മാർഗം കൂടിയാണ് സർക്കാരുകൾക്ക്. തർക്കമില്ല, ബജറ്റ് നിരവധി പ്രഖ്യാപനങ്ങൾ, ബജറ്റ് പ്രഖ്യാപനങ്ങളോട് പിന്നീട് എത്ര കണ്ട് നീതി പുലർത്താറുണ്ട് എല്ലാ സർക്കാരുകളും എന്നത് എപ്പോഴും ഒരു വിമർശന വിഷയമാണ്. എന്തായാലും ബജറ്റ് ഒരു സാധ്യതയാണ്. ആ സാധ്യത തന്നെ ഇത്തവണയും ഉപയോഗപ്പെടുത്തുന്നു എന്നതുകൂടിയുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വരാൻ പോകുന്ന സർക്കാർ ഈ സർക്കാരിൻ്റെ തുടർച്ചയാണെങ്കിലും അതല്ല രാഷ്ട്രീയ മാറ്റമുണ്ടായി ഒരു UDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിലും 2 സർക്കാരുകൾ ആരാണെങ്കിലും അവർക്കൊരു വെല്ലുവിളിയാണ് ഈ ബജറ്റ് എന്ന തരത്തിൽ തർക്കമില്ല. കാരണം ബജറ്റ് പ്രഖ്യാപനങ്ങളോട് എത്ര കണ്ട് സർക്കാരിന് നീതി പുലർത്താനാകുമെന്നത് പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. സാമ്പത്തിക ബാധ്യത സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിൽ ഈ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നമുക്കറിയാം. ഒന്ന്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധനമാണ്. കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറം പ്രഖ്യാപനം നടത്തേണ്ടി വരും. അതായത് വരാൻ പോകുന്ന പുതിയ സർക്കാരിന് ജനങ്ങളെ കൈയിലെടുക്കുന്ന ചില ആകർഷകമായ പ്രഖ്യാപനങ്ങൾ ആദ്യം തന്നെ നടത്തേണ്ടി വരും. സ്വാഭാവികമായും ആ പ്രഖ്യാപനങ്ങളിലൊന്നായി നടത്തേണ്ടി വരിക ഈ ശമ്പള വർധനവായിരിക്കും എന്നത് സ്വാഭാവികമാണ്. അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുമെന്നതും ചെറുതല്ല. മറ്റൊന്ന് പെൻഷനാണ്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. അത് പെട്ടെന്നുണ്ടാവില്ലെങ്കിലും പിന്നീട് ഒരു വലിയ സാമ്പത്തിക ബാധ്യത ഈ പെൻഷൻ പദ്ധതി പുതിയ അഷ്വേർഡ് പെൻഷൻ സ്കീം വരുമ്പോൾ സ്വാഭാവികമായും ആ ബാധ്യത കൂടി കൈവരുന്നുണ്ട്. ഇനി കരുതിയിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. ബജറ്റിലില്ലെങ്കിൽ കൂടിയും ഇനിയും പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. കാരണം മന്ത്രിസഭാ യോഗത്തിലൂടെ സ്വാഭാവികമായി ഈ പ്രഖ്യാപനം നടത്താവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് മുമ്പ് അത്തരമൊരു തുറുപ്പ് ചീട്ട് സർക്കാർ കരുതി വെച്ചിട്ടുണ്ടോ എന്നത് ഒരു ആകാംക്ഷയാണ്, രാഷ്ട്രീയ ആകാംക്ഷയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ബാധ്യതയും ഏറ്റെടുക്കാൻ പോകുന്നത് വരുന്ന സർക്കാരാണ്. അപ്പോൾ വരുന്ന സർക്കാർ ഏതാണെങ്കിലും അവർക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ബാധ്യത വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പൊതുവിൽ മറ്റ് ആരും കടന്നു പോകാത്ത ചില പരിഗണനകളും പരാമർശങ്ങളും ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് നേരത്തെ ഈ അസംഘടിത മേഖലയുള്ളവർ. നോക്കുക, ഓൺലൈൻ ഡെലിവറി ഏജന്റുമാർ. നമുക്കറിയാം പണ്ടൊരു ചെറിയ ഗ്രൂപ്പായിരുന്നെങ്കിൽ ഇന്ന് സംസ്ഥാനത്തിൻ്റെ ചെറു നഗരങ്ങളിലടക്കം വലിയ ഒരു തൊഴിൽ മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മേഖലയാണ്. യുവാക്കളടക്കം വിദ്യാർത്ഥികളടക്കം ഈ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ ചേർത്ത് പിടിക്കുക, അതൊരു വലിയൊരു ഗ്രൂപ്പാണെന്ന തിരിച്ചറിവിലാണ് അവർക്കൊരു പരിഗണനയും പ്രഖ്യാപനവും ആ തരത്തിൽ നടത്തിയിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് ഓട്ടോ ടാക്സി തൊഴിലാളികളാണ്. അസംഘടിത മേഖലയുള്ളവരാണ്. അവർക്ക് മറ്റൊരു പരിരക്ഷയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് തൊഴിൽ മുടങ്ങുന്നു, കുടുംബങ്ങൾ പട്ടിണിയിലാകുന്നു, മറ്റൊരു രക്ഷയ്ക്കും ആരുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ എന്ന സ്കീം കടന്നു വരുന്നത്.
മറ്റൊന്നാണ് നേരത്തെ നമ്മൾ പരാമർശിച്ച ഈ ഹരിത കർമ്മസേന. നമുക്കറിയാം ഹരിത കർമ്മസേന പുതിയതായി നമ്മുടെ പഞ്ചായത്ത് വാർഡുകളിലൊക്കെ ഒരു തൊഴിൽ മേഖലയാണ്. അവർക്ക് നിശ്ചിത വരുമാനം കിട്ടുന്നുണ്ട്. സ്ത്രീകൾക്ക് പുതിയതായി കടന്നു വന്നവർക്ക് അവർക്ക് കൂടി ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അവരെയും കൂടി ചേർത്ത് പിടിക്കാനൊരു ശ്രമമുണ്ട്. അപ്പോൾ സംഘടിത മേഖലയും അസംഘടിത മേഖലയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കം. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്, സ്വാഭാവികമാണ്. അത് ക്ഷേമവും കരുതലുമെന്ന ആ പ്രഖ്യാപനത്തോട് ചേർന്ന് പോകുന്നത് കൂടിയാണ്. അപ്പോൾ കൃത്യമായി ഈ ബജറ്റിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടുകൂടിയാണ് പ്രതിപക്ഷവും വളരെ കരുതലോടുകൂടിയാണ് ഇതുവരെ അവർ പ്രതികരിച്ചത്. അതായത് വരാനിരിക്കുന്ന സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ഒരു പ്രഖ്യാപനങ്ങൾ എന്നതിനപ്പുറത്തേക്കുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നിട്ടുമില്ല. ഒപ്പം ഈ ക്ഷേമ പെൻഷൻ 2500 ആക്കും എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ ആ സാധ്യത ഇനിയും അവശേഷിക്കുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിലോടും മറ്റും അത്തരമൊരു പ്രഖ്യാപനം നടന്നാലും അത്ഭുതം കാണാനാവില്ല. ശരി, അഭിലാഷാണ് സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ സാരംഗ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സാരംഗ്, നമുക്കറിയാം ഡെലിവറി ബോയ്സുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിയ ഒരു വലിയ വിഭാഗമാണ് ഡെലിവറി ബോയ്സ്. ഈ സമീപകാലത്ത് ഒരുപാട് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതുണ്ട് സർക്കാരിന്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ്. ഇത് വലിയൊരു പ്രഖ്യാപനമായി അവർ കാണുന്നുണ്ട്. സ്വാഗതം ചെയ്യുന്ന ഒരു സംഗതിയായി അവർ വിലയിരുത്തുന്നുമുണ്ടല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു മേഖലയെ, അതായത് ഗിഗ് തൊഴിലാളികൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ വെയിലുള്ള സമയത്തടക്കമുള്ള സമയങ്ങളിൽ. അതായത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഡെലിവറിക്ക് അനുസരിച്ചാണ് ഇവരുടെ വേതനവും എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ കൃത്യമായി അതായത് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങൾ, അതിനായി 20 കോടി രൂപയാണ് സംസ്ഥാനത്തുടനീളം ഇത്തരം ഹബ്ബുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി 20 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ക്ഷേമ പെൻഷനിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്തൊരു മേഖലയാണ്. പക്ഷേ ഒരു എക്കണോമിയെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് രംഗങ്ങളെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള പല മേഖലയിൽപ്പെട്ട പ്രധാന ഒന്നാണ് ഈ ഭക്ഷണ വിതരണം. ഒപ്പം തന്നെ ഓൺലൈൻ ഡെലിവറി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ. അവരെ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പ്രതികരിക്കാം. കാരണം അവർക്ക് വേണ്ട കൃത്യമായ ആവശ്യങ്ങൾ എന്തെങ്കിലും കണ്ടതുകൊണ്ട് തന്നെ ക്ഷേമനിധിയിൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 20 കോടി രൂപ ഇത്തരത്തിൽ നിങ്ങൾക്ക് അതായത് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാനും ഒപ്പം തന്നെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താനും പ്രഖ്യാപനം ഇപ്പോൾ ധനമന്ത്രിയുടെ ധനബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത്തരം പ്രതീക്ഷകൾ? അല്ല, കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതേപോലെ ജനുവരിയിലാണ് ഇവിടെ ഒരു പണിമുടക്കുണ്ടായി. ആ സമയത്ത് ഒരു മാസത്തിനകം അസംബ്ലിയിൽ കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഒന്നും ഉണ്ടായില്ല. ഇപ്പം ഈ ബഡ്ജറ്റ് കഴിഞ്ഞ കാര്യം ഇനിയിപ്പോൾ അടുത്ത സർക്കാരാണ് വരാൻ പോകുന്നത്. അപ്പം ഇവർക്ക് തുടർച്ച കിട്ടില്ലെങ്കിൽ ഇതെന്താവുമെന്ന് ഒരു പിടുത്തവും ഇല്ല. അപ്പം ഇത് എന്ത് സംഭവിക്കും? ഇത് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് വന്നാൽ വളരെ നല്ലത്. പക്ഷേ അതെന്താണെന്ന് ഇനി പുതിയ സർക്കാർ വന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റും. ഈ വിശ്രമ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ വെയിലുള്ള സമയത്തൊക്കെ. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ 20 കോടിയാണ് വകയിരുത്തിയത്. അത് ശരി, അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാണ്. ഈ പറഞ്ഞ പോലെ ഈ മുമ്പ് 25 രൂപയ്ക്കൊക്കെ ഓടിക്കൊണ്ടിരുന്നത് ഇപ്പം 15 രൂപയൊക്കെ ആക്കി. അപ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ റേറ്റിലും കാര്യം എല്ലാ ഈ ജീവിത ചെലവുകൾ കുടുക്കിക്കൊണ്ടുവരികയാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ സർക്കാർ ഈ പറഞ്ഞ രീതിയിൽ ഈ ഭാഗത്തോട്ട് കണ്ണടയ്ക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ മേഖലയിൽ. കാര്യം നമ്മളെ ഈ വിശ്രമ കേന്ദ്രങ്ങൾക്ക് ഇവിടെയും നമുക്ക് ഈ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റാമർട്ടായതൊന്നും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഇത് നോക്കുന്നതായിരിക്കും വളരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലാണ് രഞ്ജിത്ത്. എനിക്ക് പരാതികൾ മൊത്തത്തിൽ, അതായത് പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നടപ്പിലാകുന്നു എന്നൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിലടക്കം ഈ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള പല ID കാർഡുകളടക്കം വിതരണം ചെയ്യുന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. അവർ ഈ ഒരു എക്കോണമിയെ പിന്തുണക്കുന്ന, അതായത് പിടിച്ചു നിർത്തുന്ന വലിയൊരു ഘടകമാണെന്നായിരുന്നു നിർമ്മലാ സീതാരാമൻ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നടപ്പിലാകുന്ന എത്രത്തോളം എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുമെന്നൊരു പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് അത് ദീർഘകാല അടിസ്ഥാനത്തിലടക്കം ഒരു
നല്ല രീതിയിലൊരു ഈ ഒരു ഗിഗ് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ടൊരു ജോലി സാഹചര്യം അടക്കം ഒരുക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു തൊഴിലിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ, അതായത് ഒരു ഇൻസ്റ്റമാർട്ട് പോലെയുള്ള പല കേന്ദ്രങ്ങളിലും അവർ തന്നെ തൊഴിലിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലൊരു വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട്. അതും ഈ ഒരു ഓൺലൈൻ തൊഴിലാളികൾക്ക്, ഇത്തരത്തിൽ വിതരണം നടത്തുന്ന തൊഴിലാളിക്ക് വരുന്ന സമയങ്ങളിൽ, അത് എല്ലാ കാലാവസ്ഥയും പ്രതികൂലമാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു വാഹനം, അതായത് ട്രാഫിക്കിലടക്കം ബുദ്ധിമുട്ടിക്കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം ആ മേഖലയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം സൃഷ്ടിക്കുന്നു എന്ന കാര്യം തീർച്ചയാണ് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഏതായാലും ബജറ്റിലെ പ്രഖ്യാപനങ്ങളോട് ഓട്ടോ തൊഴിലാളികൾക്കും പറയാനുള്ളത് നമുക്ക് ഒന്ന് കേൾക്കാം. സംസ്ഥാനത്തെ നിരത്തുകളിൽ പരിസ്ഥിതി സൗഹൃദ ഓട്ടോകൾ എന്നൊരു കോൺസെപ്റ്റാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ 2 തരത്തിലാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇലക്ട്രിക് ഓട്ടോയിലേക്ക് മാറുന്നതിനുള്ള സഹായത്തിന് ഉപരി വലിയ ഹബ്ബുകളാക്കി മാറ്റാനും കൂടുതൽ സ്മാർട്ട് ഹബ്ബുകളാക്കി ഓട്ടോ സ്റ്റാൻഡുകളെ മാറ്റാനുമുള്ള നീക്കത്തിലേക്കും സംസ്ഥാന സർക്കാർ ബജറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് നിലവിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതികരണമെന്ന് ഈ വിഷയത്തിൽ നോക്കാം. കൂടുതലാണ്, ഓട്ടം വളരെ കുറവാണ്. ഇപ്പം ഇലക്ട്രിക്കലോട്ട് എടുത്താലും അതിനുള്ള ഓട്ടം ഇല്ല നമുക്ക്. സത്യം പറഞ്ഞാൽ അംഗീകൃത സ്റ്റാൻഡിലല്ലാത്ത സ്റ്റാൻഡുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഓട്ടം വളരെ മോശമാണ്. പിന്നെ യൂബർ അങ്ങനെ ഓൺലൈൻ ടാക്സികളല്ലാണ്ട് ഭയങ്കര ഓട്ടം കുറവാണ്. അപ്പോൾ അതെടുത്താലും നമുക്ക് നമ്മുടെ കാര്യം കാണാൻ പറ്റൂല, ചിലപ്പോൾ ഫിനാൻസ് അടക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ്. ഓട്ടം ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കര മോശമാണ്. അത് ഒന്നാമത്തെ കാര്യം, ഓൺലൈൻ ഓട്ടോകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് എടുത്താലും നമുക്ക് ഒന്നും ഉണ്ടാവില്ല. അതുമല്ല, അംഗീകൃത സ്റ്റാൻഡിനെക്കാട്ടും കൂടുതൽ ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട്. ലോൺ എടുത്തിട്ടല്ലേ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിനെ അടച്ച് തീർക്കണം, അല്ലെങ്കിൽ തന്നെ ഓട്ടോ ഇല്ല. ഇപ്പോൾ ഈ ഇലക്ട്രിക് ഓട്ടോ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര നഷ്ടം തന്നെയാണ്. അപ്പോൾ അവർ പറയുന്നത് ലാഭമാണ്. അപ്പോൾ ശരിക്കും അതിനെപ്പറ്റി അറിയാവുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. ഒരു ബാറ്ററിക്ക് എത്ര രൂപ കൊടുക്കണമെന്നറിയാമോ? ആ നേരം ഉണ്ടെങ്കിൽ വേറെ ഓട്ടോറിക്ഷ മേടിക്കാമല്ലോ. ഇവിടെ ഒന്നാമത്തെ കാര്യം, പുറത്തുനിന്നുള്ളവരാണ് ഇവിടെ വണ്ടി ഓടുന്നത്. ഈ നാട്ടുകാരല്ല വണ്ടി ഓടുന്നത്. അവർ അന്യായ ചാർജും മേടിക്കുന്നുണ്ട്. ആൾക്കാരെ കൊല വിളിക്കണം. അവർ ഇവിടെയുള്ളവർക്ക് ഇവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ സംഭവം അതാണ് ഇവിടെ നടക്കുന്നത്. അന്നത് സ്റ്റാൻഡല്ല, അല്ലാണ്ട് തന്നെ കുറേ വണ്ടികൾ ഇവിടെ കിടന്നുകൊണ്ടുണ്ട്. യൂബർ ഓടുന്നതെന്ന് പറഞ്ഞാൽ കട്ടപ്പന ഇടുക്കി ഇവിടെയുള്ള ആൾക്കാരെ ഇവിടെ കിടന്ന് ഓടുന്നത്. ഇവിടെയുള്ളവരല്ല, അന്യായ ചാർജും മേടിക്കുന്നുണ്ട്. അപ്പോൾ കുറ്റം വരുമ്പോൾ ഇവിടെയുള്ളവർക്ക് വരുന്നുണ്ട്. ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ആരും ഇറങ്ങുന്നുമില്ല, അത് ചെയ്യുന്നുമില്ല. എല്ലാവർക്കും അറിയാം ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ശരിക്കുള്ള പണിക്കാർക്ക് ഇവിടെ പണിയെടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ നടക്കുന്ന സംഭവം. പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അടിച്ചു അവർ മുതലാക്കും. ഓട്ടോ ഇല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഇത്ര നേരം ഞങ്ങൾ ഓടിയിട്ടുണ്ട്. ഓടി വന്നാൽ 200 രൂപ 250 രൂപ ഓടിയിട്ടുണ്ട്. ഈ നേരം വരെ വണ്ടി ഓടിക്കുന്ന കാശാണ് 250 രൂപ. ഇതെങ്ങനെ മുതലാവും? ഒരു വീട്ടിൽ റേഷൻ മേടിക്കണം, ഇതെല്ലാം ചെയ്യണം. എങ്ങനെ ചിലവ് നടത്തും ഞങ്ങളുടെ വീട്ടിൽ? ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. എന്നെപ്പോലെ ഇവരൊക്കെ അറിയാമെന്ന്. എന്നെപ്പോലുള്ള ഡ്രൈവർമാരെ ഇവിടെ പിടിച്ച് ചോദിക്കും, അജിത്തെ പറഞ്ഞു കൊടുത്തേ, അയാൾ വരാപ്പുഴയെന്ന് വന്നാൽ ഇവിടെ കിടന്ന് ഓടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ഓട്ടോ തന്നെ പരിസ്ഥിതിയൊക്കെ ഓക്കെ, അതൊക്കെ ശരി സമ്മതിക്കാം. പക്ഷേ അതിൻ്റെ അടവ് ഒരു മാസം 9,000 രൂപ നമ്മൾ അടക്കണം. ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോക്ക് ഇലക്ട്രിക്കിന് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഈ ഓടുന്നത് സാധാരണക്കാരൻ ഓട്ടോക്കാരൻ തന്നെയാണ് ഓടണത്. അവന് ഓടി അത് കിട്ടുന്ന എത്രത്തോളമാണോ അത്രത്തോളം അവന് കിട്ടിയാലേ മുതലാവുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോ ഓടുന്നത് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഇലക്ട്രിക് ഓട്ടോ ഓടുന്നുണ്ട്. പക്ഷേ ഒരു ഓട്ടോക്കാരൻ്റെ അവസ്ഥ വെച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഓട്ടം വളരെ മോശമുള്ള സമയമാണ് ഇപ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, പുറത്തുനിന്നുള്ള വണ്ടികൾ, പുറം വണ്ടികൾ ഒരുപാട് ഈ ജില്ലയിൽ കിടന്ന് ഓടണം. നമ്മുടെ ഈ ഡിസ്ട്രിക്ട് അത് തന്നെയാണ് ഇവിടെയുള്ള ഓട്ടോക്കാരുടെ ആദ്യത്തെ പ്രശ്നം. ആ വണ്ടികൾ കുറഞ്ഞാൽ, ഇപ്പോൾ KL01 തുടങ്ങി 101 വരെയുള്ള വണ്ടി ഇവിടെ ഓടേണ്ടി. ഇപ്പോൾ KL07 വണ്ടി വളരെ കുറവാണ്. ഈ പരിസ്ഥിതി അവസ്ഥയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഓട്ടം വളരെ മോശം. നമ്മൾ മുന്നോട്ടുള്ള പോക്ക് ഒരുപാട് പ്രയാസം. പിന്നെ ഒരു ഓട്ടോക്കാരൻ ഒരു ദിവസം ഓട്ടോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആദ്യം തന്നെ ഒരു 300 രൂപ ഡീസൽ അടിക്കണം. പിന്നെ അവൻ്റെ മറ്റുള്ള ചായ കൂടി ചിലവ് എല്ലാം കൂടി ആകുമ്പോൾ ഒരു ദിവസം അവൻ്റെ 500 രൂപ 600 രൂപ അവന് ചിലവ് വരും. പിന്നെ വീട്ടിലേക്ക് കൊടുക്കാനായിട്ടൊരു തുക വേണം. കഞ്ഞി കറിയൊക്കെ മേടിക്കാനുള്ള വേറെ അവസ്ഥ വേണം. ഇതൊക്കെ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടോക്കാർക്ക് ഓട്ടം കുറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടെ ചങ്കൂറ്റത്തോടുകൂടി ജീവിക്കണം എന്നുള്ള മൈൻഡിൽ നമ്മൾ മുന്നോട്ട് പോയി. ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് പരിസ്ഥിതി സൗഹൃദം എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന പോലെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് പോകാനായിട്ടുള്ളൊരു പ്രയാസമുണ്ട്. ഈ ചാർജിങ് ടൈം
നമ്മൾ അത്രയും സമയം നമ്മൾ അതിന് വേണ്ടി വേറെ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ഈ ഡീസൽ വണ്ടിയിലൊക്കെ എടുക്കുന്ന പോലുള്ള രീതിയിലുള്ള ട്രിപ്പുകൾ അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി ഒരു നെടുമ്പാശ്ശേരിയൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഡീസൽ വണ്ടി ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, മാന്യമായിട്ട് പോയി വരാൻ പറ്റും. ഇലക്ട്രിക്കിനെ കുറിച്ച് നമുക്ക് ഇത്തിരി ചാർജ് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ബുദ്ധിമുട്ടും. ചില ഏരിയകളിലൊന്നും ചാർജിങ് പോയിൻറ്റ്സ് ഇല്ല മൊത്തത്തിൽ. അപ്പോൾ അതുവരെയൊക്കെ വരണമെന്നുണ്ടെങ്കിലുള്ള പ്രയാസം. പിന്നെ പൊതുവേ ഈ നമ്മുടെ ഡീസൽ വണ്ടിയുടെ അത്ര ഒരു സ്ട്രോങ് അല്ല ഇലക്ട്രിക് വണ്ടി, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇനി ഭാവിയിലേക്ക് നമുക്ക് ഡൽഹി പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ എടുത്ത നിലപാട് പോലെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ വേണ്ടി ഇലക്ട്രിക്കിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഓട്ടോ ചാർജിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ശോചനീയമായൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് എടുത്തിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചാർജല്ല. ഇപ്പോൾ ഓട്ടോ ചാർജ് തന്നെ നമുക്ക് കൂട്ടിയിട്ട് 30 രൂപ ആക്കിയിട്ട് 4 കൊല്ലത്തിന് മേലെ, അതിന് മേലെ മിനിമം ചാർജ് പിന്നെയും വന്നിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും പരമാവധി വരുന്ന സർക്കാരുകളെല്ലാം തീരുമാനിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു. നല്ലതാണ്, നമുക്ക് വീട്ടിൽ തന്നെ കുത്തിയിടാമല്ലോ, പമ്പിലോട്ടൊന്നും പോകണ്ട. എല്ലാവരും ചില പുതിയ തന്നെ നമ്മൾ ഈ അടവ് അടക്കണ്ടേ തിരിച്ച്. അപ്പോൾ അതങ്ങനത്തെ ഒരു സംഭവം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമുണ്ടാകും ഒരിക്കലും ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓട്ടോ തൊഴിലാളികൾ ഓടുന്ന ഒരു ഇത് ഞാനിത്ര നേരമായിട്ട് ഒരു 10-300 രൂപ ഓടിയിട്ടുള്ളൂ, ഇത്രയും ടൈമായിട്ട്. പിന്നെ പുറമേയുള്ള ആൾക്കാരാണ് കൂടുതൽ യൂബർ സെറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സ്റ്റാൻഡ് സംബന്ധമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പുതിയ ഇതായിട്ട് വന്നിട്ടൊരു കാര്യമില്ല. റോഡ് പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമൊന്നും ആർക്കും വിയോജിപ്പില്ല. പക്ഷേ നിലവിലുള്ളതിൻ്റെ ലോണുകൾ തന്നെ കൂട്ടിമുട്ടിക്കാൻ അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയ ഒന്നിനെപ്പറ്റി ചിന്തിക്കുക തന്നെ അസാധ്യമാണെന്നാണ് പലരുടെയും പ്രതികരണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ചരിത്രമെഴുതിയ സംസ്ഥാന ബജറ്റ്. +2 വരെ നിലവിലുള്ള സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദതലത്തിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഉന്നത പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ തീരുമാനം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംശയമില്ല, വിപ്ലവകരമായ ഒരു തീരുമാനമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യും. ഇത് നേരത്തെ ഉയർന്ന ആവശ്യമാണ്. ഇതിൻ്റെ ഒരു ഫലത്തിൽ വരുമ്പോഴുള്ള പ്രയോജനം എന്തൊക്കെയാണ്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഏത് തരത്തിൽ ആയിരിക്കും നടപ്പിലാക്കുക എന്നതൊക്കെ ഇനി കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ, അതായത് അങ്ങനെ ഒരു പ്രഖ്യാപനം നേരത്തെ ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഒരു വലിയ പ്രഖ്യാപനം കൂടി ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷേ അദ്ദേഹം കൃത്യമായി തന്നെ അതിന് കഴിഞ്ഞ ദിവസം ഈ ഏത് മേഖലയിലായിരിക്കും കൂടുതൽ പ്രയോറിറ്റി നൽകുക എന്ന നമ്മുടെ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി, അതായത് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും അതോടൊപ്പം തന്നെ അനുബന്ധ വികസന മേഖലകളെല്ലാം ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പക്ഷേ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തപ്പെടാൻ കഴിയാതിരിക്കുന്ന സാധാരണക്കാരായ കുട്ടികളുണ്ട്. അവർക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കുന്ന തരത്തിൽ പ്രഖ്യാപനം മാറുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം ധനമന്ത്രിയെ വീണ്ടും നമുക്ക് അതിലൊരു വ്യക്തത തേടാനായി, അത് ഏത് തരത്തിലായിരിക്കും നടപ്പിലാക്കുക, അത് സാധാരണക്കാരായ കുട്ടികൾക്ക് എങ്ങനെ അതിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കും, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത അദ്ദേഹം തന്നെ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന അഭ്യസ്തവിദ്യരായി അല്ലെങ്കിൽ വലിയ സമർത്ഥരായ വിദ്യാർത്ഥികൾ ജീവിത സാഹചര്യങ്ങൾ മൂലം ആ ഉന്നത വിദ്യാഭ്യാസത്തിന് സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമായി ഫലത്തിൽ ഇത് മാറിയിട്ടുണ്ട്. അതിന്റെ പ്രായോഗിക വശങ്ങൾ, അതായത് എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വൈകാതെ തന്നെ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി.
പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും സാക്ഷരതാ പ്രേരകുമാരുടെയും വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസവേതനം 25 രൂപ കൂട്ടി. ലൈഫ് പദ്ധതിക്ക് 1497.26 കോടി രൂപ വകയിരുത്തി. ലൈഫ് മിഷനിൽ പട്ടികജാതി വിഭാഗത്തിന് വീട് നൽകാൻ 300 കോടി രൂപയും നീക്കിവെച്ചു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 200 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഭൂമിയും പാർപ്പിടവും നൽകുക എന്ന സർക്കാരിന്റെ മുൻഗണനാ മേഖലയാണ് സാർ. പട്ടികജാതി വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് മാന്യമായ ഭവന സൗകര്യം ഉറപ്പാക്കുന്ന വീട് നിർമ്മാണത്തിനും ഭൂമി ലഭ്യമാക്കുന്ന പദ്ധതിക്കുമായി ആകെ 746 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തേക്കാൾ 28 കോടി രൂപ അധികമാണ്. പട്ടികജാതി മേഖലയിലെ ലൈഫ് മിഷൻ മുഖേന നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 300 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് മിഷന് കീഴിൽ ആകെ 1,26,750 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 29,383 വീടുകൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് ഭൂമി നൽകുന്നതിനായി 177 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ നൈപുണ്യ പരിശീലനങ്ങൾക്ക് സംരംഭ വികസനത്തിനും അവരുടെ തൊഴിലവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള പട്ടികജാതിക്കുള്ള 109.41 കോടി രൂപ വകയിരുത്തുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 33.21 കോടി രൂപയുടെ വർധനമാണ് ഈ മേഖലയിലുള്ളത്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസെപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ലോട്ടറി ക്ഷേമനിധി അംഗങ്ങൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കും. 2 മുതൽ 12ാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു. ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഉണ്ടാകും. സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. സർ, സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. സർ, ഇതുകൂടാതെ കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ്. ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. വർഷം 15 കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. മെഡിസെപ്പ് 2.0 പ്രഖ്യാപിച്ച ധനമന്ത്രി കൂടുതൽ ആശുപത്രികളും പാക്കേജുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഫെബ്രുവരി 1 മുതൽ പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. സർ, സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആകെ 2,374 കോടി രൂപ വരുന്ന 13 ലക്ഷത്തോളം ക്ലെയിമുകളാണ് സെറ്റിൽ ചെയ്തത്. സർ, മെഡിസെപ്പ് 1.0യുടെ പ്രവർത്തനം പരിശോധിച്ചും ഉയർന്നു വന്ന പരാതികൾ പരമാവധി പരിഹരിച്ചും തയ്യാറാക്കിയിട്ടുള്ള മെഡിസെപ്പ് 2.0 സർക്കാർ ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കുകയാണ്. സർ, ക്ലീൻ പമ്പ നദിക്കായി 30 കോടി രൂപ വകയിരുത്തി ബജറ്റ്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് 30 കോടി രൂപയും വകയിരുത്തി. ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, ക്ലീൻ പമ്പ പദ്ധതി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. കെ ഫോണിന് 112.44 കോടി രൂപ നീക്കിവെക്കുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. കെ സ്പേസിന് 57 കോടി രൂപയും നീക്കിവെക്കും. സ്റ്റാർട്ടപ്പ് മിഷന് 99.5 കോടി രൂപ വകയിരുത്തിയതായും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. വർക്ക് നിയർ ഹോം പദ്ധതി വ്യാപിപ്പിക്കും. ഇതിന്റെ ഭാഗമായി 200 കേന്ദ്രങ്ങൾ തുറക്കാൻ 150 കോടി രൂപ വകയിരുത്തും. കേരളത്തിൽ ഇന്റർനെറ്റ് കണക്റ്റിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് കെ ഫോൺ. 2025 ഓഗസ്റ്റ് 31 കണക്കനുസരിച്ച് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് 1,13,525 സജീവ കണക്ഷനുകളുണ്ട്. സർ, ഇതിൽ വിവിധ മേഖലയിൽ വാണിജ്യ കണക്ഷൻ, BPL കണക്ഷൻ, SME കണക്ഷൻ എന്നിവ വിവിധ മേഖലയുണ്ട്. ഓഫീസ് കണക്ഷനുകളും 23,163 ഉണ്ട്. പബ്ലിക് വൈഫൈ പദ്ധതിക്കായി 15 കോടി വകയിരുത്തുന്നു. കെ ഫോണിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 112.44 കോടി രൂപ വകയിരുത്തുന്നു. സർ, ട്രൈബൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനുള്ള പുതിയ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നു. ഇതിനായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് IT മിഷന് 141.28 കോടി രൂപ വകയിരുത്തുന്നു. ഡാറ്റാ സെൻ്ററുകൾക്ക് 47 കോടി. കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിന് 14.5 കോടി. ഡിജിറ്റൽ രംഗത്ത് പുതിയ നയങ്ങളുടെയും സ്ട്രാറ്റജി മിഷനുകൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 22 കോടി വകയിരുത്തുന്നു. അക്ഷയ പദ്ധതിക്ക് 3.95 കോടി രൂപ വകയിരുത്തുന്നു.
ക്യാൻസർ ചികിത്സയ്ക്കായി ബജറ്റിൽ 203 കോടിയുടെ വകയിരുത്തൽ. മലബാർ ക്യാൻസർ സെന്ററിന് 50 കോടിയും കൊച്ചി ക്യാൻസർ സെന്ററിന് 30 കോടിയും RCCക്ക് 90 കോടിയും മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സയ്ക്ക് 30 കോടിയുമാണ് നീക്കിവെച്ചത്. ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് 3 കോടിയും വകയിരുത്തി. സർ, മലബാർ ക്യാൻസർ സെന്ററിന് 50 കോടി രൂപ, കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 30 കോടി രൂപ, RCCക്ക് 90 കോടി രൂപ, മെഡിക്കൽ കോളേജ് വഴിയുള്ള ക്യാൻസർ സെന്ററിന് 30 കോടി രൂപ, ജില്ലാ താലൂക്ക് ആശുപത്രിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ ക്യാൻസർ ഉൾപ്പെടെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി 203 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ എല്ലാ മേഖലയിലും നല്ല കാര്യം സാരമായ വർധന വരുത്തിയിട്ടുണ്ട്. സർ, കേരളത്തിന് പകരം RRTS അതിവേഗ പാതയുമായി സർക്കാർ 4 ഘട്ടങ്ങളിലായി RRTS അതിവേഗ പാത നടപ്പിലാക്കും. നഗര മെട്രോകളെ ഈ പാതയുമായി ബന്ധിപ്പിക്കുമെന്നും പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ അനുവദിച്ചുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ. ഡൽഹി മീററ്റ് RRTS കോറിഡോർ മാതൃകയിൽ 4 ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 1ാം ഘട്ടം, തൃശൂർ കോഴിക്കോട് 2ാം ഘട്ടം, കോഴിക്കോട് കണ്ണൂർ 3ാം ഘട്ടം, കണ്ണൂർ കാസർഗോഡ് 4ാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപ അനുവദിക്കുന്നു. സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് പുനർനിർമ്മിക്കും. 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുമെന്നാണ് സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ എന്നീ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ വികസനവും ഈ ഘട്ടത്തിൽ നടപ്പിലാക്കും. സാർ, തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുന്ന പദ്ധതി കിഫ്ബിയിലൂടെ ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ പ്രാരംഭമായി ഫണ്ട് മുമ്പ് വെച്ചിരുന്നതാണ്. പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബൈപ്പാസുകൾ നിർമ്മിക്കുകയും ജംഗ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്തതാണ് ആദ്യഘട്ടം. ഇതിന്റെ ഭാഗമായി കൊട്ടാരക്കര ബൈപ്പാസിന് 110.36 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകിയിട്ടുള്ളതും ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നതാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ നിർമ്മാണവും ഉണ്ടാവും. സാർ, 1ാം ഘട്ടം MC റോഡ് വികസന പദ്ധതിക്കായി 5217 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നീക്കിവെക്കുന്നത്. സംസ്ഥാനത്ത് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യ 5 ദിവസത്തേക്ക് പണരഹിത ചികിത്സ നൽകുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും സൗകര്യമുണ്ടാകും. പദ്ധതിക്കായി 15 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. സാർ, റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്കുള്ള ലൈഫ് സേവർ പദ്ധതി. സാർ, സംസ്ഥാനത്ത് പ്രതിവർഷം 48,000 റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരം അപകടങ്ങളിൽപ്പെടുന്നവർക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാവും. ഇതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഈ പദ്ധതിക്കായി സർക്കാർ 15 കോടി രൂപ മാറ്റിവെക്കുന്നു. കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. കേര പദ്ധതിക്ക് 100 കോടി രൂപയും നെല്ല് സംയോജന സംഭരണം പദ്ധതിക്ക് 150 കോടി രൂപയും വകയിരുത്തി. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 318 കോടിയും നാളികേര വികസനത്തിന് 73 കോടിയും നീക്കിവെച്ചു. മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിന് 31.15 കോടിയും സമഗ്ര പച്ചക്കറി വികസനത്തിന് 78.45 കോടിയും വകയിരുത്തി. കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. നെല്ലിന്റെ സംഭരണ വിലയിൽ സർക്കാർ കിലോയ്ക്ക് 30 രൂപയായി വർദ്ധിപ്പിച്ചു. സാർ, കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന 95% നെല്ല് സർക്കാരാണ് സംഭരിക്കുന്നത്. നിലവിൽ PRS വായ്പാ രീതി ഒഴിവാക്കി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് സംഭരണ സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന പുതിയ ദ്വിതല സംഭരണ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയും ഡിജിറ്റൽ പോർട്ടലിന്റെ മേൽനോട്ടത്തിലും വരാനിരിക്കുന്ന സീസൺ മുതൽ തന്നെ ഈ സംവിധാനം നിലവിൽ വരും. നെല്ല് വികസന പദ്ധതികളുടെ സംയോജനത്തിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് VFPCക്ക് 18 കോടി രൂപയും കൃഷി വകുപ്പിന്റെ വിവിധ പച്ചക്കറി വികസന പ്രവർത്തനങ്ങൾക്കായി 60.45 കോടിയും രൂപ ഉൾപ്പെടുത്തുന്നു.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുന്നതിന് 20 കോടി വകയിരുത്തി. VSന്റെ പോരാട്ട ജീവിതം പുതുതലമുറയ്ക്ക് പകർന്നതിനാണ് സെന്റർ ആരംഭിക്കുന്നതെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സർ, VS സെന്റർ സർ സഖാവ് VS അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ ജ്വലിക്കുന്ന ഏടാണ് VSന്റെ സമരജീവിതം. VSന്റെ ഐതിഹാസികമായ പോരാട്ടങ്ങളും ജീവിതവും അടയാളപ്പെടുത്താനും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനും കഴിയുന്ന ഒരു കേന്ദ്രം VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. അതിനായി 20 കോടി രൂപ വകയിരുത്തി. മതമാണ് പ്രശ്നമെന്നല്ലെന്നും മതമല്ല പ്രശ്നമെന്നാണ് സർക്കാരിനെ നയിക്കുന്നതെന്നും KN ബാലഗോപാൽ. എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെന്നും ബജറ്റ് പ്രസംഗത്തിൽ KN ബാലഗോപാൽ പറഞ്ഞു. സർ, ജാതിയുടെയും മതത്തിന്റെയും സങ്കുചിത ചിന്തകളുടെയും പക്ഷത്തല്ല, മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ. വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ. സർ, മതമാണ് പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ. പത്രപ്രവർത്തകരുടെ പെൻഷൻ കൂട്ടി 1500 രൂപ വർദ്ധിപ്പിച്ച് 13,000 രൂപയാക്കി. സർ, പത്രപ്രവർത്തകരുടെ പെൻഷൻ നേരത്തെ വർദ്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും 1500 രൂപ വെച്ച് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അതോടുകൂടി 13,000 രൂപ ആ പെൻഷനായി വർദ്ധിക്കും പത്രപ്രവർത്തക പെൻഷൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ തന്നെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ വർഷമാണിതെന്നും ആരും വിശ്വസിക്കാത്ത ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷം ചെയ്യാതിരുന്നതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂ നോർമൽ എന്നാൽ തോന്നിയതുപോലെ ബജറ്റിൽ പറയുകയും അത് നടപ്പാക്കാതിരിക്കുകയും എന്നതാണെന്നും സതീശൻ വിമർശിച്ചു. പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കക്കിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ പദ്ധതി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതാണ് ഇത്ര നേരം നീണ്ടുപോയത്. ഇപ്പോഴത്തെ പ്ലാനിന്റെ സ്ഥിതി എന്താണ്? 38% ഈ ജനുവരി 31 ആകുമ്പോഴേക്കും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ 38%. ഇനി ചെലവാക്കാനുള്ളത് 1 മാസമാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ്. ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്ത പ്രതിഷേധത്തിലാണ് മധ്യകേരളത്തിലെ റബ്ബർ കർഷകർ. പ്രകടന പത്രികയിലെ വാഗ്ദാനം പോലും നടപ്പാക്കാത്തതിന്റെ രോഷം കർഷകർ പ്രകടിപ്പിക്കുന്നു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി 2 ദിവസം റബ്ബർ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പങ്കുവച്ചതും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കർഷകരുടെ പ്രതിഷേധമുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുമെന്നായിരുന്നു ഇടത് സർക്കാരിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ തവണ ആദ്യ പിണറായി സർക്കാർ ഇറങ്ങിയപ്പോഴും ഏതാണ്ട് എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പാക്കി എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവർ ഇറങ്ങിയത്. പക്ഷേ റബ്ബറിന്റെ കാര്യത്തിൽ ഈ സർക്കാർ ഇറങ്ങുമ്പോൾ ഇനിയൊരു വർധന ഉണ്ടാകുമെന്നുള്ളത് വ്യക്തതയില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവസാന ബജറ്റിൽ പോലും അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു പറ്റം റബ്ബർ കർഷകർക്കൊപ്പമാണ്. എന്തായിട്ട് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഈ ഒരു അവസാന ബജറ്റാണെങ്കിലും പ്രഖ്യാപനം വരുമെന്ന്? വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം ഈ പ്രാവശ്യം കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വേണ്ടി ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്യും എന്നൊരു ധാരണ മൊത്തത്തിലൊരു കർഷക ജനതയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് വലിയ ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു വാക്ക് പോലും പറയാതെ കർഷകരെ അപമാനിച്ചു വിടുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം ഇവരുടെ ഘടകകക്ഷിയായ ജോസ് കെ മാണി കേരള കോൺഗ്രസ് വരെ പറഞ്ഞിരുന്നു 250 രൂപ താങ്ങുവില ഉറപ്പായിട്ട് തരും എന്നല്ല. ഈ കഴിഞ്ഞ ദിവസം വരെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേരള കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിച്ച് നിന്ന ചില കർഷക
കൂട്ടായ്മകളുണ്ട്. അവരും കരുതി ഇതെങ്ങനെയായാലും ഘടകകക്ഷിയുടെ റെക്കമെൻഡോട് കൂടിയൊക്കെ വരുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒരു വാക്കുപോലും പറയാതെ ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ ഈ കർഷകരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. അത് ഇവിടുത്തെ റബ്ബർ കർഷകരെ വളരെ ദുരിതത്തിലാക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവർക്ക് ജീവിക്കാനായിട്ട് അനുദിന ജീവിതം ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വിലക്കയറ്റം, വലിയ വിലക്കയറ്റമാണുള്ളത്. നമുക്ക് ഏത് സാധനങ്ങൾ മേടിക്കാനും ഒരു സാധാരണക്കാരൻ കടയിൽ ചെന്നാൽ അവന് ചിന്തിക്കാൻ മേലാത്ത തരത്തിലുള്ള വിലക്കയറ്റമാണ്. അപ്പോൾ മക്കളെ പഠിപ്പിക്കുന്നവർ, അവർ വിവാഹം കഴിപ്പിക്കുന്നവർ, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, ക്ലേശമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ഗവൺമെൻറ് വളരെയധികം റബ്ബർ കർഷകരെ ദുഃഖഭാരത്തേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ഇപ്പോൾ കടന്നുപോയത്. ഈ ചേട്ടാ, നിങ്ങൾ ഈ ഒരു അവസാന ബജറ്റ് ആയതുകൊണ്ട് ഇതിലെങ്കിലും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കില്ല. മുൻ അനുഭവം കഴിഞ്ഞ 10-9 കൊല്ലത്തെ അനുഭവം വെച്ചുകൊണ്ട് നോക്കുമ്പം ഈ അടുത്തൊന്ന് കൂട്ടിയല്ലോ, ഏതാണ്ട് 200 വരെ ആക്കിയായിരുന്നല്ലോ. അത് കൂട്ടി ഇതൊക്കെ പ്രഹസനങ്ങളാണ്. ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് നോക്കുമ്പോൾ അത് കൂട്ടലൊന്നുമല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ആർക്കും പ്രയോജനം കിട്ടിയിട്ടില്ല. 250 ആക്കിയിരുന്നേ നിങ്ങൾക്ക് പ്രയോജനം കിട്ടില്ലായിരുന്നു. ഇത്രയും പ്രയോജനമില്ല. ഞങ്ങൾ അതിൽ നിന്ന് റബ്ബർ കൃഷി ഉപേക്ഷിച്ചു. ആളുകൾ കാര്യത്തിലേക്ക് കടക്കണം. ഡിപ്പാർട്ട്മെൻറ്റോ ഈ കൃഷി വകുപ്പോ ഗവൺമെൻറ്റോ ബോർഡോ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. 4-1 തോട്ടം ഇവിടെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ആ കാര്യം ആരും ചിന്തിക്കാത്തത്? ഉപേക്ഷിച്ച തോട്ടം വീണ്ടും വെട്ടണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക്, ഉടമകൾക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കണം. അവരാ തോട്ടം ഉപേക്ഷിച്ച് പോയി. സർക്കാരും ഈ റബ്ബർ കൃഷിയെ അങ്ങ് ഉപേക്ഷിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? രാജ്യത്ത് റബ്ബറില്ലാതെ വന്നു. 2024-25 14 ലക്ഷം ടണ്ണ് ആവശ്യമുള്ളിടത്ത് ഇനി ഒരു 5 കൊല്ലം കൊണ്ട് കഴിയുമ്പോൾ എത്ര ലക്ഷം ടൺ വേണം? എവിടെ നിന്നായി ഈ റബ്ബർ കിട്ടുന്നത്? ഇപ്പോഴത്തെ ഉൽപ്പാദനം കേരളത്തിൽ 5 ലക്ഷമായി കുറഞ്ഞു, 5-6 ലക്ഷമായി കുറഞ്ഞു. ബാക്കി മുഴുവൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒരു 2 ലക്ഷം കൂടെ കിട്ടും. ബാക്കി എവിടെ നിന്നാണ് റബ്ബർ? അപ്പം ദീർഘകാലമായുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ റബ്ബർ കൃഷിയെ പറ്റൂ. നെല്ല് കൃഷി പോലെ അത് ഓരോ വർഷമല്ല ഇത്. ആളുകൾ ഇതിൻ്റെ അകത്ത് മാറി അവർ വേറെ കൃഷി ചെയ്യുന്നു. എൻ്റെ തോട്ടം തന്നെ ഞാനിപ്പോൾ റബ്ബർ വെച്ചിട്ടില്ല, വെട്ടിക്കളഞ്ഞതാണ്. അതുപോലെ എത്രയോ തോട്ടങ്ങൾ അപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം റബ്ബർ തോട്ടമായിരുന്നു. ഈ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം എന്നുള്ളതാണോ കേട്ടോ നിങ്ങളുടെ ഒരു ഫീൽ? ഉപേക്ഷിക്കേണ്ടി വരുന്നത് മറ്റ് മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കയ്യിലെ കാശ് മുടക്കി കൃഷി ചെയ്തിട്ട് പിന്നെയും കാശ് കയ്യിൽ പോവുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറ പോലും കൃഷിയിലേക്ക്, പറമ്പിലേക്ക് പോലും മക്കൾ ഇറങ്ങി നോക്കുന്നില്ല. നോക്കേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ എല്ലാവരും കർഷകരെ ഉപേക്ഷിക്കണം. കർഷകരെ സംഘടിത 250 ആക്കിയിരുന്നെങ്കിൽ കുറച്ച് ഗുണം കിട്ടില്ലായിരുന്നു. കാരണം 250 ചെറിയ ആശ്വാസം എന്ന് പറയാം, പക്ഷെ അതുപോലും ഇല്ലല്ലോ. ഒരു പ്രതീക്ഷ ഇല്ലാത്ത അവസ്ഥയിലല്ലേ കർഷകരെ ആരാ രക്ഷിക്കുന്നത്? നിലവിൽ എത്രയാ വിലയുള്ളത്? ഇപ്പോൾ 150 രൂപയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ റബ്ബർ കൃഷി ഉപേക്ഷിച്ചു. റബ്ബർ വെട്ടിക്കളഞ്ഞ് പ്ലാന്റ് ചെയ്തിട്ടില്ല. കപ്പയും വാഴയും ചേനയും അങ്ങനെ കൃഷിയൊക്കെ ചെയ്തു നമുക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വ്യവസായ മേഖലയ്ക്ക് തന്നെ ഇത് ഭീഷണിയാവും. ഭാവിയിൽ റബ്ബർ ഇല്ലാത്ത അവസ്ഥ വരും. 7 വർഷം കഴിഞ്ഞാലേ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ, ഒരു പ്ലാൻ ഇട്ടാൽ പോലും. ഈ നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും വന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ ഒന്ന് കാര്യമായിട്ട് ശ്രമിച്ചാലാണ് കേരളത്തിൽ റബ്ബർ മേഖല നിലനിൽക്കുക. പക്ഷേ എന്തായിരിക്കും അങ്ങനെ ഒരു ഉപേക്ഷിക്കലിന് കാരണം? ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് റബ്ബർ കർഷകരോടുള്ള സമീപനം ഇതിൻ്റെ പഴയ ആളുകൾക്ക് തന്നെ അറിയാവുന്നതാണ്. എന്നാൽ അതിലൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരെ കൂടി വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. ഈ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ടോ അതൊന്നും തന്നെ ഇവിടുത്തെ കർഷകർക്ക് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല. ഈ വർഷം അവസാനമായിട്ട് ഈ പറയുന്ന റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി പുനർകൃഷിക്ക് സബ്സിഡി കൊടുക്കുമെന്ന് പറഞ്ഞു. ഇതേ സമയം റബ്ബർ ബോർഡും പുനർകൃഷിക്ക് സബ്സിഡി കൊടുത്തു. റബ്ബർ ബോർഡിൽ അപേക്ഷിച്ച കർഷകർക്ക് മുഴുവൻ പുനർകൃഷിക്ക് സബ്സിഡി കിട്ടിയെങ്കിൽ ഈ പറയുന്ന കേര പദ്ധതിയിൽ അപേക്ഷിച്ച ഒരു കർഷകന് പോലും 1 രൂപ ഈ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകരുടെ പേരിൽ വേൾഡ് ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിച്ച ഒരു ഗവൺമെൻറ്റാണ് രണ്ടാമതിപ്പോൾ ബഡ്ജറ്റിൽ. ഇത് അവസാന ബഡ്ജറ്റായി ഗവൺമെൻറ്റിൻ്റെ. പ്രമുഖ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ സാൽവേ മരിയ എഡ്യൂക്കേഷൻ ഫെയറും വിദേശ വിദ്യാഭ്യാസ ലോൺ മേളയും സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 3-4 തീയതികളിൽ കൊച്ചിയിലും കോട്ടയത്തുമായാണ് നടക്കുന്നത്. കൊച്ചിയിൽ ഹോട്ടൽ റാഡിസൺ ബ്ലൂവിൽ വൈകിട്ട് 2:30 മുതൽ 7:30 വരെയും, കോട്ടയത്ത് ഹോട്ടൽ ഐഡയിൽ വെച്ച് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുമാണ് മേള. ഫെയറിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് PTE, IELTS തുടങ്ങിയ
ട്രെയിനിംഗ് പ്രോഗ്രാമുകളിൽ സാൽവേ മരിയയുടെ ഭാഗത്തു നിന്നും മികച്ച ഓഫറുകൾ കിട്ടും. ഒപ്പം 2026-27 കാലയളവിൽ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലോൺ സംബന്ധമായ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരവുമുണ്ട്. അതേപോലെ മികച്ച ഉപഭോക്തൃ സേവനത്തിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പുരസ്കാരം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ WPC PVC ബോർഡ് നിർമ്മാണ കമ്പനിയായ ഡിമാക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് കിട്ടി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കേരളയും വിവരാവകാശ കൗൺസിലും സംയുക്തമായാണ് പുരസ്കാരം നൽകിയത്. ചിറ്റൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഡിമാക് ഡയറക്ടർ ഡേവിഡ് വർഗീസ് അവാർഡ് പുരസ്കാരം ഏറ്റുവാങ്ങി. ചിറ്റൂർ KSCB ഡയറക്ടർ മുരുകദാസ് അവാർഡ് ജേതാവിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ.